സങ്കീർത്തനം 18:2 വായിക്കുന്നു, ശ്രദ്ധിക്കുക. യഹോവ എന്റെ ശൈലവും, യഹോവ എന്റെ ശൈലവും, എന്റെ കോട്ടയും, എന്റെ കോട്ടയും, എന്റെ രക്ഷകനും, എന്റെ രക്ഷകനും, എന്റെ ദൈവവും, എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, എന്റെ പാറയും, എന്റെ പരിചയം, എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും, എന്റെ രക്ഷയായ കൊമ്പും, എന്റെ ഗോപുരവുമാകുന്നു, എന്റെ ഗോപുരവും ആകുന്നു. ഇനി സങ്കീർത്തനം 62:8 തിരുവചനങ്ങൾ വായിക്കുന്നു, ശ്രദ്ധിക്കുക. സങ്കീർത്തനം Psalm 62:7 and 8. എന്റെ രക്ഷയും, എന്റെ രക്ഷയും, എന്റെ മഹിമയും, എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു, ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും, എന്റെ ഉറപ്പുള്ള പാറയും, എന്റെ സങ്കേതവും, എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഒന്നുകൂടെ 62:7 ഒന്നുകൂടെ വായിച്ചേ. എന്റെ രക്ഷയും, എന്റെ മഹിമയും, ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും, എന്റെ സങ്കേതവും, ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. ഈ ഉറപ്പുള്ള പാറയിൽ ആശ്രയിപ്പിൻ. എന്നത്തേക്കാ? എല്ലാ കാലത്തും. 8-ാം വാക്യത്തിൽ പറയുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഇന്നല്ല, നാളെ ഒരു ആവശ്യം വരുമ്പോഴല്ല, ഏതെങ്കിലും സാഹചര്യത്തിലല്ല, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേൻ. ഈ പാറയുടെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം പകരുവിൻ. അവൻ നമ്മുടെ സങ്കേതമാകുന്നു. ഈ 2 വചനത്തിൽ നിന്നും പറയാണ്, അവന്റെ ബലം, അവന്റെ സങ്കേതം, അവനെന്റെ കോട്ട, എന്റെ രക്ഷയായ പാറ. 62:7 പറയുന്നു, എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും എന്റെ ദൈവമാണ്. എന്നിട്ടാണ് 8-ാം വാക്യത്തെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? എന്റെ ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും. ഉറക്കെ പറ, എല്ലാ കാലത്തും. സീസണില്ല. ലോകത്തിൽ പല ദൈവത്തിനെല്ലാം സീസണാ. നമ്മളോടും പറയുന്ന സീസൺ അല്ല, ആവശ്യമുള്ളപ്പോഴല്ല, എല്ലാ കാലത്തും. ഇനി ആവശ്യമുള്ളപ്പോ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേൻ. ഈ പകരുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ പകരുക? ഒരു ബോട്ടിലെ വെള്ളം അടുത്ത പാത്രത്തിലോട്ട് പകരുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മുഴുവൻ അങ്ങ് മറിക്കുക. ഈ ഇരിക്കുന്ന ബോട്ടിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യണമെന്നാ? നമ്മളെ തന്നെ എങ്ങോട്ടാ മറിഞ്ഞ് വീഴുന്നറിയാവോ? ഉറപ്പുള്ള പാറയിലേക്ക്. ഇന്നത്തെ സന്ദേശം ഏതാണ്? എന്റെ ദൈവം എന്റെ പാറ, എന്റെ പാറയായ ദൈവം, എന്റെ പാറയായ ദൈവം. The Lord is my rock. ദൈവം എന്റെ പാറയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനം 18 ചിന്തിക്കുമ്പോൾ, 18-ാം സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ, ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ശത്രുവിന്റെ കയ്യിൽ നിന്നും, അവനെ കൊല്ലാൻ നടക്കുന്ന അന്നത്തെ രാജാവായ ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ശേഷം നന്ദി പറഞ്ഞെഴുതുന്ന സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ശത്രുവിനും കൊല്ലാൻ നടക്കുന്ന ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, വിടുതൽ നൽകിയതിന് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. തനിക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ ജീവിതത്തിൽ ദാവീദിന്റെ ജീവൻ പരിശോധിക്കുമ്പോൾ ചെറുപ്പം മുതലേ തിരസ്കരണം, യുദ്ധം, പോരാട്ടം, ശത്രുവിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ, ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അനുഭവിച്ചു. പ്രതിസന്ധി കൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ
തനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഇത്രയൊക്കെ പ്രതിസന്ധി കൂടെ പോയപ്പോൾ ഒരിക്കലും മാറാത്തൊരു സത്യം താൻ കണ്ടുപിടിച്ചു. ദൈവം എൻ്റെ ഉറപ്പുള്ള പാറയാണ്. എന്തൊക്കെ ജീവിതത്തിനെതിരെ ഇളകി മറിഞ്ഞു വന്നപ്പോഴും ഞാൻ എന്ത് ചെയ്തു? ദൈവത്തെങ്കിൽ ആശ്രയിച്ചു. അവൻ ദൈവത്തെങ്കിൽ ആശ്രയിക്കുക തൻ്റെ ജീവിതത്തിൽ അത് വിടുതലായി മാറി. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ കിടക്കുന്ന 2 ശമൂവേൽ 22:3 ഒന്ന് ശ്രദ്ധിച്ചേ. 2 ശമൂവേൽ 22:3. 2 ശമൂവേൽ 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. എന്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പ്, എന്റെ ഗോപുരവും എന്റെ സങ്കേതവും തന്നെ. എന്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നു എന്റെ പാറയായ ദൈവം, എന്റെ പാറയായ ദൈവം. ഇവിടെ പറയുന്നു ഈ സങ്കീർത്തനം, ഇത് തന്നെയാണ് 18-ാം സങ്കീർത്തനം നമുക്ക് കാണുന്നത്. ദൈവം ആരാണ്? എന്റെ പാറയായ ദൈവം. ഈ പാറ എന്ന് പറയുന്ന ഉറപ്പിനെ കാണിക്കുന്ന, ബലത്തെ കാണിക്കുന്ന, നമുക്കറിയാം അത് സുരക്ഷിതത്തെ കാണിക്കുന്ന, ആടി ഉലയാത്തതാണ് എന്ത് ചെയ്യുന്നത്? ഉറച്ച പാറ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്തൊക്കെ വന്നാലും മാറാത്ത, മാറ്റമില്ലാത്തവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. നമ്മുടെ സർവശക്തനായ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ പ്രതിസന്ധി ജീവിതത്തിന്റെ താഴ്ന്നടിച്ചാലും ഈ പാറ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ ദൈവത്തിങ്കൽ ആശ്രയിക്കുന്ന, പാറയാകുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ ജീവിതത്തിൽ ഉറച്ചു നിൽക്കും. അപ്പം പാറ, യഥാർത്ഥത്തിൽ പാറ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ കാണിക്കുന്നതാണ്, സിംബോളിക്കാണ് പാറ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്ത് കാണാം. 1 ശമൂവേൽ 2:2 എടുക്കണ്ട, ഞാൻ പറയാം. 1 ശമൂവേൽ 2:2 പറയുന്നു, യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ബൈബിളിൽ ദൈവത്തെ എന്തായിട്ട് കാണുന്നറിയാമോ? ഒരു പാറയ്ക്ക് തുല്യമായിട്ട് സമർപ്പിക്കുന്നു. ദൈവത്തെ എന്തിനുള്ള കാണിക്കുന്നു? പാറ. അതെന്താ? ഉറപ്പുള്ളതാ, മാറ്റമില്ലാത്തതാ, ബലമുള്ളതാ. അതാണ് പാറ. നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല, അങ്ങനൊരു പാറ വേറെ ഇല്ലെന്ന് 1 കൊരിന്ത്യർ 10:4 പുതിയ നിയമത്തിൽ പറയുന്നു, നമ്മെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവാകുന്നു. 1 കൊരിന്ത്യർ 10:4 ആ പാറ ആരാകുന്നു? ക്രിസ്തുവാകുന്നു. അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരാണ് ഈ പാറ? നമ്മുടെ കർത്താവാണ് ഈ പാറ എന്ന് പറയുന്നത്. അപ്പൊ ഭക്തൻ പറയാൻ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്ത് മുഴുവൻ ഞാൻ കടന്നു പോയപ്പോഴും ഞാൻ ആരിൽ ആശ്രയിച്ചു? പാറയാകുന്ന ദൈവത്തിൽ ഞാൻ പിടിച്ചു നിന്നു. എന്താ പാറയിലായ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഗുണങ്ങൾ? ഒന്ന്, ഈ പാറ എന്താ പറയാ? നേരത്തെ കർത്താദാസൻ പറഞ്ഞത് ഇത് രക്ഷയുടെ പാറയാണ്. ഇത് എന്തിന്റെ പാറയാണ്? നമ്മൾ ഈ പാറ എന്ന് ഇത് രക്ഷയുടെ പാറയാണ്, നമ്മെ രക്ഷിക്കുന്ന പാറയാണ്. 2 ശമൂവേൽ 22:47 പറയുന്നു, യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ പാറയായ ദൈവം ഉന്നതൻ തന്നെ. സങ്കീർത്തനം 62:2 ആ വാക്യം എന്ന് വായിച്ചു. സങ്കീർത്തനം 62:2. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. എന്റെ പാറ, എന്റെ രക്ഷയാണവൻ. ഈ പാറയിൽ ആശ്രയിച്ചാൽ, ഈ പാറയിൽ ജീവിതം പണിയപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? രക്ഷയുടെ പാറയാണ് നമുക്ക് ഉലകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഈ പാറയ്ക്ക് തരാൻ പറ്റും. അതുകൊണ്ടാണ് ആ പാറയിൽ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. 2, ഈ പാറയുടെ പ്രത്യേകത മാറ്റമില്ലാത്ത, ഉറച്ചു നിൽക്കുന്നതാണ് ഈ പാറ. 1 രക്ഷയുടെ പാറയാണ്, 2 ഉറപ്പിന്റെ പാറയാണ്. ഉറക്കെ പറ, ഉറപ്പിന്റെ പാറയാണ്. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോ ഈ പാറ ഉറപ്പുള്ള പാറയാണ്. എന്താണ്? ഉറപ്പുള്ള പാറയാണ്. സങ്കീർത്തനം 62:6-7 തിരുവചനം ഒന്ന് വായിച്ച്
സങ്കീർത്തനം 62 6, 7 തിരുവചനങ്ങൾ. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ എന്ത് ചെയ്തില്ല? ഈ പാറയിലാണോ ഞാൻ കുലുങ്ങിയില്ല. 7-ാം വാക്യം. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. എന്റെ ദൈവത്തിങ്കിൽ നിന്നാകുന്നു. എന്റെ ഉറപ്പുള്ള പാറ ആരാണ്? അപ്പൊ ആ ഉറപ്പുള്ള പാറയിൽ ക്രിസ്തുവിൽ ഒന്നും നിന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എത്ര പ്രതിസന്ധി! അതാ പറഞ്ഞത് ഹല്ലേലൂയ. കാരണം കിടക്കുന്നത് ബൈബിൾ സങ്കീർത്തനം 40 പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞാൻ കിടന്ന് നിലവിളിച്ചു, അവന്റെ കരം എന്നെ വലിച്ചു പൊക്കിക്കൊണ്ടുവന്നു. രക്ഷിക്കുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവൻ എവിടെ നിൽക്കണമെന്നറിയാമോ? ക്രിസ്തു. അവൻ എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തി എന്റെ കാൽ വരുവാൻ അവൻ സമ്മതിച്ചില്ല. അപ്പൊ പാറയായ കർത്താവ് രക്ഷയാണ്. ആ പാറയിലേക്ക് വരുന്നവൻ രക്ഷ പ്രാപിക്കും. ആ പാറയിൽ നിൽക്കുന്നവൻ ഒരു ഗുണം പറയുന്നു, ഏത് കാറ്റിലും ഏത് തിരമാലയ്ക്കും നിന്നെ ആട്ടി ഉലയ്ക്കാൻ പറ്റത്തില്ല. അതാ യേശു ഈ ഭൂമിയിൽ ഉപമ പറഞ്ഞത്, എന്റെ വാക്ക് കേട്ട് ആരെങ്കിലും ജീവിതം പണിതാൽ അവൻ പാറമേൽ വീട് പണിയുന്നതിന് തുല്യം. എന്റെ വാക്ക് കേൾക്കാതെ ആരെങ്കിലും നടക്കുന്നെങ്കിൽ അവൻ മണലിന്മേൽ പണിയുന്നതിന് തുല്യം. രണ്ടിടത്തും കാറ്റ് വരും, രണ്ടിടത്തും വെള്ളം പൊങ്ങും. മണലിൽ കെട്ടിപ്പൊക്കിയത് തകർന്നു വീഴും, പാറയിൽ കെട്ടിപ്പൊക്കിയത് ഒരിക്കലും തകരത്തില്ല. അത് തന്നെയാണ് ദൈവം പറയുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ ജീവിതം നിന്നാൽ തകരത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ എന്ത് ചെയ്തില്ല? തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. നമ്മുടെ പാറയായ ദൈവം. പാറയായ ദൈവം. അടുത്തത് ഇതെന്താണെന്നറിയോ? ഈ പാറ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. ഉറപ്പുള്ളൊരു ഗോപുരം പോലെ ഈ പാറ എന്താണ്? പ്രൊട്ടക്ഷനാണ്. സങ്കീർത്തനം 61:2 ഒന്ന് വായിച്ച്. സങ്കീർത്തനം 61:2. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിങ്കലേക്ക് എന്നെ നടത്തണമേ. ഓടിപ്പോകുക. ക്ഷീണിക്കുമ്പോ, ധൈര്യം ക്ഷയിക്കുമ്പോ, ശത്രു പോരടിക്കാൻ വരുമ്പോ, ഉലകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ പാറയാണ്. ഈ പഴയ നിയമകാലത്തെ ഈ ഉയർന്ന ഗോപുരമുണ്ട്. എൻ്റെ ഗോപുരമായവൻ എന്ന് പറയാറുണ്ട്. എൻ്റെ ദൈവം ആരാണ്? എൻ്റെ പാറ, എൻ്റെ ഗോപുരം. പഴയ നിയമകാലത്ത് ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്ത്, പട്ടണത്ത് അവർക്ക് വലിയ മതിലുണ്ട്. നമ്മൾ എരിഹോവിന്റെ മതിൽ എന്ന് പറയുന്ന പോലെ മതിലുണ്ട്, കോട്ടമതിലുണ്ട്. നമുക്കിപ്പോ ഒരു പട്ടണം കയറുമ്പോൾ ഇപ്പൊ ആ കൂടി ബോർഡേ ഉള്ളൂ, വെൽക്കം ടു പുനലൂർ മുനിസിപ്പാലിറ്റി. 4 മൂലയിൽ 6 കോണിലായിട്ട് 10 ബോർഡ് കാണും, അത്രേ ഉള്ളൂ. പണ്ടങ്ങനല്ല. ഓരോ പ്രവിശ്യയിലേക്ക് കയറുമ്പോൾ, ഓരോ സ്ഥലത്തേക്ക് കയറുമ്പോൾ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ നല്ല വീതിയിലും ഹൈറ്റിലും എന്തുണ്ട്? കോട്ടമതിൽ ചുറ്റുമുണ്ട്. ഇത് കൂടാതെ ഏകദേശം പട്ടണത്തോട് നടുക്ക് അല്പം നല്ല ഉയരമുള്ള സ്ഥലത്ത് ഇവരൊരു ഗോപുരം പണി. അത് ഇതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ശത്രു വന്ന് ഈ ദൂരെയുള്ള പട്ടണത്തിന്റെ പുറത്തുള്ള പട്ടണമതിൽ തകർത്തെന്നങ്ങാണം ഒരു വിവരം കിട്ടിയാൽ ഈ പട്ടണത്തിലെ ആൾക്കാരെല്ലാം ഓടി കേറി പോകുന്ന സ്ഥലമാണ് ഈ ഉയർന്ന ഗോപുരം. അതിന്റെ വാതിലൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. അപ്പൊ അതിന്റെ അർത്ഥം ഇവർക്കറിയാം, അഥവാ അത് തകർന്നാലും ഞങ്ങൾക്ക് അല്പനേരം പിടിച്ചു നിൽക്കാനുള്ള സുരക്ഷിതം എവിടെ കിട്ടും? ഈ ഉയർന്ന ഗോപുരത്തിൽ കിട്ടും. അതുകൊണ്ട് രണ്ടും പണിയും, മതിലും പണിയും ഉയർന്ന ഗോപുരവും പണിയും. ഹല്ലേലൂയ. അപ്പൊ ഈ പഴയനിയമ ആൾക്കാരോട് ഈ എന്റെ ഗോപുരം, എന്റെ ദൈവം, എന്റെ പാറ എന്ന് പറയുമ്പോൾ ഇവർക്കത് മനസ്സിലാവും. കാരണം മതില് പൊളിഞ്ഞാലും ആശ്രയിക്കാനുള്ളതാണ് ആ ഉയർന്ന ഗോപുരത്തിൽ പോയി ആശ്രയിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഉലകത്തിലെ ദൈവപൈതലോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പലതും പൊളിഞ്ഞു പോയാലോ നിനക്ക് ആശ്രയിക്കാൻ ഓടി ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള പാറ, അതിലൊന്ന് ആശ്രയിക്കുക. അതാ സങ്കീർത്തനക്കാരൻ 61:2 നമ്മൾ വായിച്ചത്. ദൈവമേ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എന്റെ അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നയിക്കണമേ.
ഓടി കയറിയാൽ നീ രക്ഷപ്പെട്ടു. അവിടെ ഓടി കയറിയാൽ രക്ഷപ്പെട്ടു. നമ്മളിപ്പോ വഴി കൂടെ ഒരാൾ ടൗണിൽ കൂടെ രാത്രി 12 മണിക്കും 1 മണിക്കും ഈ ചെമ്മന്തൂർ ടൗണിൽ കൂടെ പോകുന്നു. ഏതെങ്കിലും പിടിച്ചു പറിക്കാരൻ, ഏതെങ്കിലും കള്ളനോ കൊലയാളികളോ, ചിലപ്പോൾ ബൈക്കിൽ പോകുന്നതാകാം, നമ്മൾ നടന്നു പോകുന്നതാകാം, അല്ലെങ്കിൽ കാർ ആയിക്കോട്ടെ, നമ്മളെ ചേസ് ചെയ്യുന്നു, വല്ലാത്ത അവസ്ഥ വരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബുദ്ധിമാൻ ഇവിടെ സംഭവിച്ചെന്താ? ഈ ഒരു ഭാഗത്ത് സംഭവിച്ചറിയാ, ബുദ്ധി കെട്ട് മൈൻഡ് മാറി കിടന്ന് അയ്യോ എൻ്റെ കാര്യം പോയെന്ന് പറഞ്ഞ് ഈ ടൗണിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അവനെ മിക്ക ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധിയുള്ളവനെന്ത്? അവനറിയാം 100 മീറ്ററിന്റെ അപ്പുറത്ത് പുല്ലൂരിന്റെ പോലീസ് സ്റ്റേഷനുണ്ട്. ബുദ്ധിയുള്ളവനാണ് അവന്റെ കാറ്, അവന്റെ വണ്ടി, അല്ലെ അവൻ ഓടി അപ്പൊ സ്റ്റേഷന്റെ പരിധിക്കകത്ത് കയറിയാൽ മറ്റവൻ തന്നെ പൊയ്ക്കോളും, മാറിപ്പൊയ്ക്കോളും എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് പകലും നമുക്ക് അവൈലബിൾ ആയി ഉറപ്പുള്ളൊരു പാറയുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഓടി കയറിക്കോ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച്. അത് ഭയമാകാം, അത് നിരാശയാകാം, അത് പ്രലോഭനമാകാം, അത് സ്പിരിച്വൽ അറ്റാക്ക് ആകാം, അത് ശത്രുവിന്റെ പദ്ധതികളാകാം. ഓടിക്കേറ്. ആരെങ്കിലും ഭയത്തിനകത്തിരിക്കുന്നെങ്കിൽ ഓടിക്കേറ്. ആരെങ്കിലും നിരാശക്കകത്തിരിക്കുന്നെങ്കിൽ ഓടിക്കേറ്. ഈ ഭാരമേ വല്ലാത്ത പരീക്ഷകൾ, ടെംപ്റ്റേഷനുകൾ, പ്രലോഭനങ്ങൾ നിനക്ക് വരുന്നെങ്കിൽ ഓടിക്കേറ്. ചില സ്പിരിച്വൽ അറ്റാക്കുകൾ ഓടിക്കേറ്. അതാ സവിശവാക്യം 18:10 കിടപ്പുണ്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിക്കേറി അഭയം പ്രാപിക്കും. ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ ദൈവം വിടിവിച്ചു. നമ്മളായിരിക്കുന്ന കുഴിയിൽ നമ്മൾ കയറിയിട്ട് വീണ്ടും അവിടെ നിന്നാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇത് മൊത്തം ചെളിക്കൂണ്ടം. ചെളിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഒന്ന് ശ്രദ്ധിച്ചേ. ചെളിക്കൂണ്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു കാല് പോയി, ഒരു കാലായിരിക്കും താരോട്ട് പൊതഞ്ഞു പോയത്. അതിനെ വലിച്ചൂറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ കാല് വലിച്ചൂരണമെങ്കിൽ നമ്മൾ പ്രഷർ എവിടെ കൊടുക്കും? മറ്റേ കാലിൽ കൊടുക്കും. ഇത് കഷ്ടപ്പെട്ട് ഊരുമ്പോഴത്തേക്ക് ഒരു കാര്യം സംഭവിച്ചിരിക്കും. എന്തോ വരും? ഈ കാല് പോന്നിരിക്കും. ഇനി നമ്മുടെ ഗതികേട് കണ്ട് ഈ 2 കാലും പൊങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ സൃഷ്ടിക്കാൻ വേറൊരുത്തൻ ചാടി വന്നു നിരയിക്കട്ടെ, സ്നേഹം കണ്ട് അവൻ നമ്മളെ വലിച്ചു കയറാൻ വൻ പ്രഷർ വെക്കും. കുറച്ച് കഴിയുമ്പം നമ്മൾ ആ ചെളിയുടെ മണ്ണിലോട്ട് മറിഞ്ഞു വീഴും. നമ്മളെ രക്ഷിക്കാൻ വന്നവന്റെ 2 കാലും. ഇതാണ് ചെളിക്കുഴിയുടെ പ്രത്യേകത. കുഴഞ്ഞ ചേറ്റ്, നാശകരമായ കുഴി. പക്ഷെ സങ്കീർത്തനം പറയും, എന്നെ അവിടെ നിർത്തിയില്ല, രക്ഷപ്പെടുത്തിയിട്ട് ദൈവം എവിടെ കൊണ്ട് നിർത്തി? എന്നെ ഉറപ്പുള്ള നിർത്തി, എങ്കിൽ രക്ഷപ്പെട്ടു. പലപ്പോഴും നമ്മളെ ദൈവം ഇതുപോലെ ചെളിക്കുഴിനൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടിനി ഓടി കയറണം? ആ ഉറപ്പുള്ള പാറമേൽ. ഹല്ലേലൂയ. അതുപോലെ ഈ പാറ നമുക്ക് ജയത്തിന്റെ പാറ. ഈ പാറയിലേക്ക് ഓടി കയറുന്നവൻ എന്തുകൊണ്ട് അനുഭവിക്കും? ജയം അനുഭവിക്കും. അത് മനോഹരമായ, നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു വചനമാണ്. 144:1 വായിച്ചേ. 1441 സങ്കീർത്തനം 144:1. എന്റെ പാറയാകുന്ന യഹോവ. ദാവീദിന്റെ സങ്കീർത്തനം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്റെ പാറയായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ പാറയിൽ നിന്ന് യുദ്ധം ജയിച്ചാൽ നീ ജയിക്കും. അതാണ് ഈ പാറ. അടുത്തത്, ഈ പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നീ ചോദിച്ചാൽ നിനക്ക് വേണ്ട ആത്മനദി ഈ പാറയിൽ നിന്ന് പകരും. പഴയ നിയമത്തിൽ ദൈവജനം മരുഭൂമിക്ക് നടന്നു പോകുമ്പോൾ വെള്ളമില്ലാത്തപ്പോൾ എന്താ ദൈവം എന്താ പറഞ്ഞു? ഒരു പാറയെ കാണിച്ചു കൊടുത്തു. മോശ, നീ അതിനെന്ത് ചെയ്യണം? അടിക്കണം. അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പാറയിൽ നിന്ന് വെള്ളം ഒഴുകി, ദാഹജലം ഒഴുകി. എന്നിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് കോരിന്ത്യരിൽ പറയുന്നത്, അവരവിടെ പിതാക്കന്മാർ വെള്ളം കുടിച്ച് നടന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എന്നിട്ട് പറയാം, ആ പാറ ആരാകുന്നു? ക്രിസ്തുവാകുന്നു. നമ്മുടെ ദാഹം തീർക്കുന്നത് എവിടാ? ഈ പാറയിലാണ്.
നമുക്ക് വേണ്ടത് ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്നു, പുറപ്പാട് 17 മറ്റു ഭാഗങ്ങളിൽ പറയുന്നു, അവർക്കും അവരുടെ കുട്ടികളും മൃഗസമ്പത്തും മുഴുവൻ എവിടുന്ന് കുടിച്ചു? ഈ പാറയിൽ. നമുക്ക് വേണ്ടതെല്ലാം എവിടെ ഉണ്ട്? ആ പാറയിലുണ്ട്. ഒറ്റക്കര യേശു പറഞ്ഞ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ദാഹിക്കുന്ന ഏവനുമായോളെ നിങ്ങൾ എന്റെ അടുക്കൽ വരും. ഈ പാറയിൽ ധാരാളം വെള്ളമുണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം ഈ പാറയുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? കാണുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് മഴ പെയ്തു, കാണുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പം പോവും. പക്ഷെ ഈ പാറ ഈ വെള്ളം കുടിക്കും. അത് ഈ ഉരുള് പൊട്ടുന്ന ഈ പാറയ്ക്കകത്ത് വെള്ളം കയറും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. 1 ടാങ്കിനെക്കാട്ടി കപ്പാസിറ്റി എന്തിനുണ്ട്? പാറ. അതായത് ചെറു പാറ ഒന്ന് വിള്ളൽ വെക്കാം, ആ പാറയുടെ ഇടയ്ക്ക് ഇത് വെള്ളം ചാടും. പാറ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്യും പാറയ്ക്കകത്ത്. അതായത് അതിങ്ങനെ കടന്ന് കുമിഞ്ഞ് മഴ പെയ്ത് പ്രഷർ കയറുമ്പോഴാണ് ഇത് ഉരുള് പൊട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം ഇവിടെ അല്ലാതെ എങ്ങനെ ഇവിടെ വെള്ളം, ഈ പാറ പൊട്ടി എങ്ങനെ വെള്ളം വരും? ഈ കഴിഞ്ഞ നാളിൽ പെയ്ത മഴകളെല്ലാം എവിടെ കുടിക്കുന്നേ? ഇത് കുടിച്ച് അതിനകത്ത് കിടക്കുക, ഊർന്നിറങ്ങി ആ പ്രഷർ താങ്ങാൻ പറ്റാതാണ് ഒരു പൊട്ടലങ്ങ് പൊട്ടുന്നത്. അതാണ് ഉരുള് പൊട്ടുക എന്ന് പറയും. അപ്പൊ ആ പാറയും ചില്ലും എല്ലാം കൂടെ, അത് ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ നാളിലൊക്കെ ഉരുള് പൊട്ടിയപ്പം അതിന് ചില മിനിറ്റുകൾക്ക് മുമ്പേ ആൾക്കാർ പറഞ്ഞെന്തുവാ, ഒരു വണ്ടന്റെ ജീവന്റെ പോലെ മുകളിൽ ഞങ്ങൾ കേട്ടു. അതെന്താ? ഇതിങ്ങനെ കടന്ന് ഇരിക്കുക, പൊട്ടും. അങ്ങനെ ആണെങ്കിൽ ഈ പാറമേൽ ഇന്ന് ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നീ വിശ്വസിച്ച് ചോദിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടത് ഈ പാറയെന്ന് ഒഴുകും. നമുക്ക് വേണ്ടത് ഈ പാറനെതിയും ഒഴുകും. പുതിയ നിയമത്തിലൊരു വചനം ശ്രദ്ധിച്ച്, ഈ പാറയിൽ ആശ്രയിച്ചാൽ ലജ്ജിച്ചു പോകത്തില്ല. ഒന്ന് രക്ഷ പ്രാപിക്കും, നീ തകരത്തില്ല, നീ പിടിച്ചു നിൽക്കും, നിനക്ക് ബലം അനുഭവിക്കും. ഒന്ന് അടുത്തത് ലജ്ജിച്ചു പോകത്തില്ല. 1 പത്രോസ് 2:4-6 വാക്യങ്ങൾ വായിച്ചേ. 1 പത്രോസ് 2:4-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2:4. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, ഇനി 6-ാം വാക്യം വായിച്ചു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ, യേശു കർത്താവിനെ കുറിച്ച് പറയാം, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ആ തിരുവെഴുത്ത് എവിടെ കിടക്കുന്ന അറിയാമോ? യെശയ്യാവ് 28:16 പറയുന്നു. യെശയ്യാവ് 28:16 പറയുന്നു, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ആരാ? ക്രിസ്തുവാണ്. ആ ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുക. അതി വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകത്തില്ല. ആ കല്ലിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന്, നമ്മൾ വിശ്വസിച്ച് ഈ കല്ലിന്റെ മേൽ നിൽക്കണം. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഈ കല്ലിന്റെ മേൽ രക്ഷിക്കപ്പെട്ട നാം എവിടെ നിൽക്കണം? ഈ ഉറപ്പുള്ള ഗോപുരം പാറയമേൽ നിൽക്കണം. 2, ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നം വരുമ്പോൾ ഏതിൽ മറയണം? ഹൈഡ് ഇൻ ഹിം. ഈ പാറമേൽ മറയണം. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് പാറയാണ്. നിൽക്കേ, ശ്രദ്ധിച്ചേ, നമ്മൾ എവിടെ നിൽക്കണം? വീണ്ടും കുടിഞ്ഞേറ്റിക്ക് നിൽക്കില്ല. എവിടെ നിൽക്കണം? പാറ. ജീവിതത്തിന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസം വരുമ്പോൾ ഏതിൽ മറയണം? ഈ പാറ മറയണം. ഇനി അവിടെ കൊണ്ട് തീരത്തില്ല. പുതിയ നിയമത്തിൽ പറയുന്നു, ക്രിസ്തുവാകുന്ന പാറമേൽ നീ നിന്നുകൊണ്ട് ഈ പാറമേൽ പണിയപ്പെടണം. അതാണ് ആത്മീയ വളർച്ച. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? പണിയണം. ആ കല്ലിലൂടെ നമ്മളും ചെല്ലുമ്പോൾ നമ്മളും ജീവനുള്ള കല്ലായി മാറും. ഈ കല്ലിനോട് നമ്മളും ചെല്ലുമ്പോൾ ജീവനുള്ള കല്ല ഇട്ടേക്കുക. ആ കല്ലിനോട് നമ്മളും ചെല്ലുമ്പോൾ അവിടുന്ന് ഒഴുകാനുള്ള ഒഴുകുമ്പോൾ നമ്മൾ ചൈതന്യം പ്രാപിക്കും. നമുക്ക് ഈ കൈ, ഇപ്പൊ ഞാൻ ഈ ഉദ്ദേശിച്ചു, ഈ കൈ ഇത്ര ചലിക്കുന്ന എന്താ കാരണം? കാരണം എന്താ? ഈ നരമ്പ് എവിടെയായിട്ട് നിൽക്കുക? ഇവിടുന്ന് സിഗ്നൽ പോയി, കൈപോക്ക്, ഈ മൈക്ക് ഇങ്ങോട്ട് പിടിക്കുക, ഈ കൈ ഉയർത്തി പ്രസംഗിക്കേ എന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കൈ പ്രവർത്തിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ, അപ്പൊ എൻ്റെ ഈ വിരല് ഇതിനോടൊന്ന് ചേർന്ന് നിന്നാൽ മതി, ബാക്കി ചലിക്കും. ഈ ജീവനുള്ള മൂലക്കല്ലോട് നമ്മളും ചേർന്ന് നിന്ന് നമ്മൾ പണിയപ്പെടണം.
Hallelujah. നമുക്ക് വേണ്ടതെല്ലാം ഒഴുകും. Yes. ഇപ്പൊ പാറമേൽ നിൽക്കുക, പാറമേൽ മറയുക, ഈ പാറമേൽ പണിയപ്പെടുക. ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴും പറയുമ്പം ദൈവം പാറയാണെന്ന് മാത്രമല്ല പറയുന്നത്. ദൈവം ആരുടെ പാറയാ? എന്റെ പാറ. അതാ സങ്കീർത്തനം 18:46 വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ വായിച്ച വാക്യത്തിന്റെ 18:46 വായിക്കും. മനോഹരമായ വചനം. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. ദൈവം പാറയാണെന്നാണ് പറഞ്ഞേ. പകരം എന്താണ്? ദൈവം പാറയാ, പക്ഷെ അവൻ എന്റെ പാറയാണ്. മൈ ഗോഡ്, മൈ റോക്ക്. ഉറക്കെ പറ, ദൈവം എന്റെ പാറയാണെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും അറിയാം ദൈവം പാറയാണ്, ഉറപ്പുള്ള ദൈവമാണെന്ന്. പക്ഷെ അത് ആരുടെ അനുഭവമായിട്ട് മാറണം? പേഴ്സണൽ നമ്മുടെ അനുഭവമാണ്. ഇന്ന് അതിലേക്ക് വരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദാവീദിനെ പ്രൊട്ടക്ട് ചെയ്ത ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ വിശ്വസ്തനാണ്. ഇന്നൊരു തീരുമാനമെടുക്കണം. നമുക്ക് വേണ്ടതെല്ലാം ഈ പാറമേലുണ്ട്, ഒഴുകും. പക്ഷെ നമുക്ക് അതിൻ്റെ മേൽ നിൽക്കാം, പാറമേൽ മറയാം, അതിൻ്റെ മേൽ അടിസ്ഥാനപ്പെട്ട് പണിയാം. ഈ തീരുമാനമെടുത്താൽ എൻ്റെ ദൈവം എൻ്റെ പാറ. അതിനാണ് മനോഹരമായി 18:1 വായിച്ച് നാം എന്തു ചെയ്യണം? 18:1 എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്റെ സ്ട്രെങ്താ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ബലമായ ദൈവത്തെ നാം എന്ത് ചെയ്യണം? സ്നേഹി. ഉറക്കെ നമുക്ക് 18:1-2 ഒന്നിച്ചു വായിക്കാം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്തത്, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. എന്റെ പാറ. ഉറക്കെ പറഞ്ഞില്ല നിങ്ങൾ? എന്റെ പാറ, എന്റെ പാറ. എല്ലാവരും എന്റെ പാറ, എന്റെ പാറ, എന്റെ പാറ, എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. അതുകൊണ്ട് നമുക്ക് ഓടി ആ പാറയിലേക്ക് കയറാം. ആ പാറയിൽ മറയാം. ആ പാറയോട് ചേർന്നിരുന്ന് നമുക്ക് പണിയപ്പെടാം. ഒഴുകേണ്ടത് ഒഴുകും. നിനക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ട്, നിനക്ക് വേണ്ട ജയമുണ്ട്, നിനക്ക് വേണ്ട രക്ഷയുണ്ട്, നിനക്ക് വേണ്ട ബലമുണ്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നു ഈ പാറമേൽ എന്റെ ജീവിതം പണിയപ്പെടണം? ഭൂമിയിൽ നിന്ന് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഓടിയ പാറയിലേക്ക് അടുത്ത് വരുന്നു. ആരെങ്കിലും ഹൃദയം ക്ഷീണിച്ചുകൂടെ വന്നിട്ടുണ്ടോ? ഓടിയ പാറയിലേക്ക് കയറ്. ശത്രുവിനെ നിന്ന് തൊടാൻ പറ്റത്തില്ല. അവൻ ബലമുള്ള പാറയാണ്. ഒരു കാറ്റിനും അവനെ അളക്കാൻ പറ്റത്തില്ല.